ഒരു 10-15 മിനിറ്റ് എനിക്ക് തരാൻ കാണും നിങ്ങൾക്ക്. എങ്കിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ബയോടെക്നോളജി 1ന്റെ ചേട്ടനായ ബയോടെക്നോളജി 2 എന്ന് പറഞ്ഞ നല്ല കിണ്ണം കാച്ചി ചാപ്റ്റർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. 15 മിനിറ്റ് നിങ്ങൾ എനിക്ക് തരണം, ഞാനിങ്ങ് എടുക്കുക. ബയോടെക്നോളജിയിലേക്ക് വരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ഓർഗാനിസം എടുത്തു, അതിന്റെ ജീനുകളിൽ മാറ്റം വരുത്തി, എങ്കിൽ അതെന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആണ് മക്കളെ. ഓർഗാനിസം വിത്ത് അൾട്ടേർഡ് ജീൻ. അൾട്ടർ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തിയ ജീൻ. ഒരു ഓർഗാനിസത്തിന്റെ ജീനുകളിൽ മാറ്റം വരുത്തിയാൽ അത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ആകും. പ്ലാന്റ് ആണെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് എന്നാ വിളിക്കുക. ആനിമൽസിന്റെ ജീൻ മാറ്റം വരുത്തിയാലോ ജനറ്റിക്കലി മോഡിഫൈഡ് ആനിമൽസ് അല്ലെങ്കിൽ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്നൊക്കെ വിളിക്കുക. ബാക്ടീരിയന്റെ ഫംഗസിന്റെ ഒക്കെ ജീനുകളിൽ മാറ്റം വരുത്താൻ പറ്റും. ഏതിന്റെ ജീനുകളിൽ മാറ്റം വരുത്തിയാലും നമ്മൾ വിളിക്കുന്ന പേരെന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്നാ വിളിക്കുക. ഒരു പ്ലാന്റ് ഞാൻ എടുത്തു, ആ പ്ലാന്റിന്റെ ജീനുകളിൽ ഞാൻ മാറ്റം വരുത്തി, എങ്കിൽ വിളിക്കുന്ന പേരെന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകൾ എന്നാ വിളിക്കുക. ഒരു പ്ലാന്റ് എടുത്തു, അതിന്റെ ജീനിൽ മാറ്റം വരുത്തിയാൽ വിളിക്കുന്ന പേരെന്താ? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകൾ എന്നാ വിളിക്കുക. ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെ? അതാണ് ആദ്യത്തെ 2 മാർക്ക് ചോദ്യം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം എന്താന്ന് ചോദിക്കും, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? സാധാരണ പ്ലാന്റുകളെ പോലെയല്ല. സാധാരണ പ്ലാന്റിലേക്ക് പെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റിനെ ആക്രമിക്കാൻ വരുന്ന എന്തിനേയും പെസ്റ്റ് എന്ന് വിളിക്കാം. പെസ്റ്റ്, ഇൻസെക്റ്റുകൾ പെസ്റ്റ, നെമറ്റോഡുകൾ പെസ്റ്റ, കുറേ പെസ്റ്റ് ഉണ്ട്. നമ്മൾ എന്താ മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ മനുഷ്യന്മാരും എന്താ? പെസ്റ്റ, ഫംഗസ് പെസ്റ്റ. ഈ പെസ്റ്റുകളിലേക്ക് നമ്മൾ പെസ്റ്റ് വരാതിരിക്കാൻ പെസ്റ്റിസൈഡ് കെമിക്കൽ അടിക്കുക. എന്നാൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് നമുക്ക് എന്തുണ്ടാക്കാം? കെമിക്കൽ ഉപയോഗിക്കാതെ പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും സാറേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ? പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താ? ന്യൂട്രിറ്റീവ് വാല്യൂ കൂടാം. സാധാരണ പ്ലാന്റിലുള്ളതിനേക്കാൾ ന്യൂട്രിയൻസ് കൂടുതലായിരിക്കും ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത പ്ലാന്റുകൾക്ക് ഉണ്ടാകുക. ന്യൂട്രിറ്റീവ് വാല്യൂ കൂടുതലായിരിക്കും. അതിനുള്ള എക്സാമ്പിൾ ഏതാ? ഗോൾഡൻ റൈസ്. ഉറക്കെ പറ, ഗോൾഡൻ റൈസ് ആണ് മക്കളെ അതിന് എക്സാമ്പിൾ. ഗോൾഡൻ റൈസിന്റെ പ്രത്യേകത എന്താ? വൈറ്റമിൻ എ കൂടുതലായിരിക്കും. വൈറ്റമിൻ എ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് കൂടുതലുള്ള റൈസിന്റെ പേരെന്താ? ഗോൾഡൻ റൈസ് എന്നാണ് നമ്മൾ വിളിക്കുക. അടുത്തെന്താ? റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. പോസ്റ്റ് ഹാർവസ്റ്റ് എന്ന് പറഞ്ഞാൽ പറിച്ചു വെച്ച ശേഷം. സാധാരണ തക്കാളിയൊക്കെ 2 ദിവസത്തിനുള്ളിൽ അഴുക്കായിപ്പോൾ പറിച്ചു വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത തക്കാളികളാണെങ്കിലോ 1 ആഴ്ച 2 ആഴ്ച ഇരിക്കും. വേഗം പറിച്ചു വെച്ച് വേഗം അഴുക്കാകാറില്ല. റെഡ്യൂസ്ഡ് പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ്. അടുത്തെന്താ? ടോളറന്റ് ടു അബയോട്ടിക് സ്ട്രെസ്. അബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രെസ്, അതാണ് അബയോട്ടിക് സ്ട്രെസ്. കാറ്റ്, വെള്ളപ്പൊക്കം, വരൾച്ച, ഉപ്പ്, അല്ലെങ്കിൽ എന്താ നല്ല തണുപ്പ്, ഇതൊക്കെ എന്താ? അബയോട്ടിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രെസ്സാ. ഈ അബയോട്ടിക് സ്ട്രെസ്സിനോട് എതിർത്ത് നിൽക്കാൻ കഴിവുള്ളവരായിരിക്കും ആര്? ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത പ്ലാന്റുകൾ. ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത പ്ലാന്റുകളുടെ പ്രത്യേകതകൾ പഠിക്കണം, പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത എന്താണെന്നറിയാം മക്കളെ? പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകളെ എങ്ങനെ ഉണ്ടാക്കും? എന്താ സാറേ പെസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്ലാന്റിനെ ആക്രമിക്കുന്ന എന്തിനെ നമുക്ക് എന്ത് വിളിക്കാം? പെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് സാറേ. ഞാൻ ആക്രമിച്ചാൽ ഞാനൊരു പെസ്റ്റാ. ഇൻസെക്ട് ആക്രമിച്ചാൽ ഇൻസെക്ട് ഒരു പെസ്റ്റാ. നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള വോമുകളാ. ആസ്കെൽമിന്തസ് ഫാമിലിയിലുള്ളവരാ. ഫൈലം അസ്കെൽമിന്തസിലുള്ളവരാണ് ആര്? റൗണ്ട് നെമറ്റോഡുകൾ, റൗണ്ട് വേം എന്നാ വിളിക്കുക. മക്കളെ, എങ്ങനെ ബയോടെക്നോളജി വഴി ഇൻസെക്റ്റിനെതിരെ പ്രവർത്തിക്കുന്ന പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം? ഇൻസെക്ട് റെസിസ്റ്റന്റ് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാ സാർ. അതിനു മുമ്പ് ഒരു ബാക്ടീരിയനെ കുറിച്ച് ഓർക്കണം. ആ ബാക്ടീരിയന്റെ പേരാ ബാസില്ലസ് തുറിഞ്ചെനിസിസ്, BT. ഈ ബാക്ടീരിയന്റെ പ്രത്യേകം എന്താ അറിയാമോ? ഈ ബാക്ടീരിയന്റെ ഉള്ളിൽ അത് ജനിച്ചപ്പം മുതൽ ഒരു ജീനുണ്ട്. അതിന്റെ പേരാ ക്രൈജീൻ. ഈ ക്രൈജീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും, ക്രൈ പ്രോട്ടീൻ. അപ്പൊ BT ബാക്ടീരിയ എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ക്രൈജീൻ ഉണ്ട്. ക്രൈജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീനായ ക്രൈ പ്രോട്ടീനും അതിൻ്റെ ഉള്ളിൽ കാണും. പക്ഷെ ബാക്ടീരിയൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ എന്താ പ്രത്യേകത? ഈ ക്രൈ പ്രോട്ടീൻ ഇനാക്റ്റീവായിട്ട് ഇരിക്കണത്. അതുകൊണ്ട് ആ ബാക്ടീരിയ ഒന്നും ചെയ്യാത്തത്. സത്യത്തിൽ ഈ ക്രൈ പ്രോട്ടീൻ ഈ ബാക്ടീരിയനെ തന്നെ കൊല്ലാൻ കഴിവുണ്ട്. അവനുണ്ടാക്കുന്ന പ്രോട്ടീന് അവനെ തന്നെ കൊല്ലാൻ കഴിവുണ്ട്. പക്ഷെ എന്താ ബാക്ടീരിയ ചാകാത്തതെന്ന് ചോദിച്ചാൽ ആ പ്രോട്ടീൻ അവർ ഉണ്ടാക്കുന്നത് ഇനാക്റ്റീവായിട്ടാണ്. ഇനാക്റ്റീവായിട്ട് ആ ബാക്ടീരിയൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ ബാക്ടീരിയക്കൊന്നും പറ്റാത്തത്. കഴിഞ്ഞ കൊല്ലത്തെ ഇതേ സമയത്തെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യനാ. BT ടോക്സിൻ അല്ലെങ്കിൽ BT ടോക്സിൻ എന്ന് പറഞ്ഞാൽ ക്രൈ പ്രോട്ടീൻ ആട്ടോ. ക്രൈ പ്രോട്ടീൻ, വൈ ഇറ്റ് ഈസ് നോട്ട് ഹാർംഫുൾ ടു ബാക്ടീരിയ? ബിക്കോസ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ. ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ആയിട്ട് ഉണ്ടാക്കുന്ന കാരണമാണ് ബാക്ടീരിയക്കൊന്നും പറ്റാത്തത്. നമ്മൾ എന്ത് ചെയ്യുന്നറിയോ മക്കളെ? ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ, ബാക്ടീരിയ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ, ഈ പ്രോട്ടീൻ എപ്പോഴെങ്കിലും ഇൻസെക്റ്റിൻ്റെ ഉള്ളിൽ എത്തിന്നിരിക്കട്ടെ, പ്രാണികളുടെ ഉള്ളിൽ എത്തിന്നിരിക്കട്ടെ. ഇൻസെക്റ്റിൻ്റെ ഉള്ളിൽ അവരുടെ വയറ്റിൽ, ഇതാണ് വയർ കേട്ടോ, വയറിൻ്റെ നടുഭാഗമാണ്. വയറിൻ്റെ നടുഭാഗത്തെ വിളിക്കുന്ന പേരാണ് മിഡ് ഗട്ട്. ഗട്ടെന്ന് പറഞ്ഞാൽ വയറ്, മിഡ് എന്ന് പറഞ്ഞാൽ നടുഭാഗം. വയറ് വലിയൊരു സാധനമാണല്ലോ, അതിൻ്റെ നടുഭാഗമാണ് മിഡ് ഗട്ട്. ഈ മിഡ് ഗട്ടിൽ ആൽക്കലൈൻ കണ്ടീഷനാണ്. നമ്മുടെ വയറ്റിൽ എന്താ? അസിഡിക് കണ്ടീഷനാണ്. എന്നാൽ ഇൻസെക്റ്റിൻ്റെ ഒക്കെ വയറ്റിൽ ആൽക്കലൈൻ കണ്ടീഷനാണ്. ഈ ആൽക്കലൈൻ കണ്ടീഷനിൽ വെച്ച് ഈ
ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്തായി മാറും? ആക്റ്റീവായിട്ട് മാറും. ആക്റ്റീവായി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന അറിയാമോ? ഈ പ്രോട്ടീനുകൾ ഈ വയറിൽ കുറേ സെല്ലുകളുണ്ട്. വയറിൻ്റെ ഭിത്തിയിൽ ഈ കാണുന്ന സെല്ലിൻ്റെ പേരാ എപ്പിത്തീലിയൽ സെല്ല്. ഈ എപ്പിത്തീലിയൽ സെൽസിൽ ഈ പ്രോട്ടീനുകൾ കുറേ ഓട്ടകൾ ഉണ്ടാക്കും, കുറേ സുഷിരങ്ങൾ ഉണ്ടാക്കും. ആ ഓട്ടകളെ വിളിക്കുന്ന പേരാണ് മക്കളെ പോസ്. ഈ ഓട്ടകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പക്ഷേ എന്താ പ്രത്യേകം എന്നറിയാമോ? ഈ വയറ്റിൽ നിന്ന് കുറേ വെള്ളമുണ്ടല്ലോ ഈ സെല്ലിലേക്ക് കയറാൻ തുടങ്ങും. വയറ്റ് എന്ന് പറഞ്ഞാൽ കുറേ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം സെല്ലിലേക്ക് കയറാൻ തുടങ്ങും. അപ്പോൾ ഓരോ സെല്ലിൻ്റെ പ്രത്യേകത എന്താ? വെള്ളം കയറുമ്പം ഓരോ സെല്ലുകളും വെള്ളം കയറിയ കാരണം എന്ത് ചെയ്യും മക്കളെ? വീർക്കാൻ തുടങ്ങും. വെള്ളം കയറിയ കാരണം വീർക്കാൻ തുടങ്ങും. വീർക്കുന്നതിൻ്റെ പേരാണ് സ്വെല്ലിങ്. വീർത്ത് 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 ആ സെല്ലുകൾ ഓരോന്നും അങ്ങ് പൊട്ടാൻ തുടങ്ങും. പൊട്ടുന്നതിൻ്റെ പേരാണ് ലൈസിസ്. എടാ വയറ്റിൻ്റെ നടുക്കുള്ള സെല്ല്, വയറിലെ സെല്ലല്ലേ പൊട്ടിയത്? വയറിലെ സെല്ല് ഫങ്ഷൻ ചെയ്യുന്നില്ല, പൊട്ടിപ്പോയി. അപ്പോൾ ഇൻസെക്റ്റ് എന്ത് ചെയ്യും? മരിച്ചു പോകും മക്കളെ. ഇൻസെക്റ്റ് കില്ലാകും, ഇൻസെക്റ്റും ചത്തുപൊക്കോളും. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഈ ക്രൈജീൻ എടുത്ത പ്ലാന്റിന് അങ്ങ് കൊടുത്തു. പ്ലാന്റിൻ്റെ ഉള്ളിൽ ക്രൈ പ്രോട്ടീൻ ഉണ്ടായിക്കോളും. ഇൻസെക്റ്റ് വന്ന് കഴിക്കുമ്പം ഈ പ്ലാന്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച ക്രൈ പ്രോട്ടീൻ അവരുടെ വയറ്റിലെത്തും, ആക്റ്റീവ് ആകും. എപ്പിത്തീലിയൽ സെൽസിൽ ഓട്ട ഉണ്ടാക്കും, വെള്ളം കയറും, എപ്പിത്തീലിയൽ സെൽസ് വീർക്കും, വീർത്ത് വീർത്ത് പൊട്ടും. എപ്പിത്തീലിയൽ സെൽസ് പൊട്ടുമ്പം വയറ്റിലെ സെല്ല് പൊട്ടിയപ്പം ആ ഇൻസെക്റ്റും ചത്തുപൊക്കോളും. ഈ ജീനെ വെച്ചോണ്ടിട്ട് കാര്യമില്ല. ഇതിനെ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് നമ്മൾ പ്ലാന്റിന് കൊടുക്കണം, എങ്കിലേ കാര്യമുള്ളൂ മക്കളെ. 3 ടൈപ്പ് ക്രൈജീൻ ഉണ്ട്. ക്രൈഫസ് എ ബി എന്ന് പറഞ്ഞ ക്രൈജീൻ ഉണ്ട്, ക്രൈസെക്കൻഡ് എ ബി ഉണ്ട്, ക്രൈഫസ് എ സി ഉണ്ട്. ഇത് 3 ടൈപ്പ് ക്രൈജീനാ. ക്രൈഫസ് എ ബി എന്ന് പറഞ്ഞ ക്രൈജീൻ ഉണ്ടല്ലോ, അത് ഏത് ഇൻസെക്റ്റിനെതിരെയാണ് പ്രവർത്തിക്കുക? കോൺ ബോറർ എന്ന് പറഞ്ഞ ഇൻസെക്റ്റിനെതിരെയാണ് പ്രവർത്തിക്കുക. ക്രൈഫസ് എ ബി കോൺ ബോററിനെതിരെയാണ് സാറേ പ്രവർത്തിക്കുക. അടുത്ത ക്രൈസെക്കൻഡ് എ ബി ഉണ്ട്, ക്രൈഫസ് എ സി ഉണ്ട്. ഈ 2 ക്രൈജീനുകൾ ആരെയാ കൊല്ലുക എന്നറിയാമോ? കോട്ടൺ ബോൾ വോം. കോട്ടന്റെ പഞ്ഞിക്കെട്ടുണ്ട്, ബോൾ പോലെയല്ലേ പഞ്ഞി ഉണ്ടാകുക, അതിനുള്ളിൽ നിന്ന് വരുന്ന വോമുണ്ട്. ആ വോമിനെതിരെയാണ് ക്രൈസെക്കൻഡ് എ ബിയും ക്രൈഫസ് എ സിയും പ്രവർത്തിക്കുക. ചോളമുണ്ട്, കോണ്, അതിനെ തുറക്കുന്ന ഒരു പ്രാണിയുണ്ട്, അതാണ് കോൺ ബോറർ. അതിനെതിരെയാണ് ക്രൈഫസ് എ ബി പ്രവർത്തിക്കുക. മനസ്സിലായോ? 3 ടൈപ്പ് ക്രൈജീനും അവർ ഉപയോഗിക്കുന്ന ഇൻസെക്റ്റിന്റെ പേരും പഠിച്ചു വെച്ചേക്കണം. അടുത്ത് ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്താണ് നെമറ്റോഡ് റെസിസ്റ്റന്റ് പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാം. നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ കാണുന്ന വോമുകളാ സാറേ. ഇവർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരും ആന പെസ്സ. പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന എല്ലാവരും ആരാ? പെസ്സ. ഇൻസെക്ട് പെസ്സ, ഞാൻ പെസ്സ, നിങ്ങൾ പെസ്സ, എല്ലാവരും പെസ്സ. അറ്റാക്ക് ചെയ്താൽ ഒരു റൗണ്ട് ഷേപ്പിലുള്ള വോമുകളെ വിളിക്കുന്ന പേരാണ് മക്കളെ നെമറ്റോഡ്. ആ നെമറ്റോഡിന് എക്സാമ്പിൾ ആണ് ആര്? മെലയോഡിഗൈനി ഇൻകോഗ്നീഷ്യ. മാളു എന്നാ വിളിക്കുക. മെലയോഡിഗൈനി ഇൻകോഗ്നീഷ്യ. ഞാൻ മാളു എന്ന് കേട്ട വിളിക്കുക, സോറി. മെലയോഡിഗൈനി ഇൻകോഗ്നീഷ്യ. ഈ മെലയോഡിഗൈനി ഇൻകോഗ്നീഷ്യന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പുകയില ചെടി, ടൊബാക്കോ ഉണ്ടല്ലോ, ടൊബാക്കോന്റെ റൂട്ടിൽ അങ്ങ് ബാധിക്കും. ടൊബാക്കോ ചെടിന്റെ റൂട്ടിൽ അങ്ങോട്ട് കയറും. ആര്? റൂട്ടിലേക്ക് ബാധിക്കും മക്കളെ. ആര്? മാളു. എന്ന് പറഞ്ഞാൽ മെലോഡി. മാളു എന്ന് എഴുതി വെച്ചാൽ ഒന്നും കിട്ടില്ല കേട്ടോ എൻ്റെ പൊന്നുമക്കളെ. മെലോഡിഗൈനി ഇൻകോഗ്നീഷ്യ എന്ന് തന്നെ എഴുതി വെക്കണം കേട്ടോ. എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാളു എന്ന് പറഞ്ഞാൽ. മാളു ചെന്ന് നേരെ ടൊബാക്കോ പ്ലാന്റിന്റെ റൂട്ടിൽ ബാധിക്കും മക്കളെ. റൂട്ടിൽ ബാധിച്ചു കഴിഞ്ഞാൽ റൂട്ടിൽ കുറേ നൊഡ്യൂൾസ് ഉണ്ടാക്കും. റൂട്ടിൽ കുറേ ഉണ്ട പോലെ സാധനങ്ങൾ ഉണ്ടാക്കും. ഈ നൊഡ്യൂൾസ് ഉണ്ടായി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? എടാ റൂട്ടല്ലേ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുക. റൂട്ടിൽ നോക്കുമ്പോൾ കുറേ മുഴകളാ, റൂട്ടിന് കുറേ കുരുക്കൾ വന്നിക്കണ്. അപ്പോൾ റൂട്ടിന് വൃത്തിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. റൂട്ടിൽ നൊഡ്യൂൾ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം? റൂട്ടിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. മണ്ണിൽ നിന്ന് വാട്ടറും മിനറൽസും ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. റൂട്ടിന് അതിൻ്റെ ഫങ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഇടങ്ങേറായിക്കണ കാരണം കുറേ നൊഡ്യൂൾ വന്നു. അപ്പം എന്താ പറ്റുക? എടാ വെള്ളവും മിനറൽസും ഒക്കെ പ്ലാന്റിന് കിട്ടിയാലല്ലേ പ്ലാന്റ് ജീവിക്കുകയുള്ളൂ. ഇതേപോലെ നൊഡ്യൂൾ വന്ന കാരണം റൂട്ടിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ റൂട്ടിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞു, റൂട്ട് അബ്സോർബ് ചെയ്യുന്ന സാധനങ്ങൾ കുറഞ്ഞു. അപ്പോൾ പ്ലാന്റ് പതുക്കെ വാടാൻ തുടങ്ങും. പ്ലാന്റിൻ്റെ ഉൽപ്പാദനം കുറയും, ഈൽഡ് കുറയും, പ്ലാന്റ് നശിക്കാൻ തുടങ്ങും, പ്ലാന്റ് അഴുക്കായി പോകും, ഈൽഡ് കുറയും. ഇതാണ് മെയിൻ പ്രശ്നം. മാളു വരുന്നു, റൂട്ടിനെ അറ്റാക്ക് ചെയ്യുന്നു, റൂട്ടിൽ മുഴകൾ ഉണ്ടാക്കുന്നു. ആ മുഴകൾ കാരണം റൂട്ട് വൃത്തിക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല, പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും. അപ്പം നമുക്ക് എന്ത് ചെയ്യണം സാറേ? ഈ മാളുവിനെ എങ്ങനെയെങ്കിലും എതിർക്കണം. മാളുവിൽ നിന്ന് ടൊബാക്കോനെ എതിർക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ പേരാ RNA ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ RNA സൈലൻസിങ് എന്നാ വിളിക്കുക. ഈ മെത്തേഡ് ഒരു ടൊബാക്കോയിലൊക്കെ കൊടുത്താൽ മതി. ഈ സംഭവം നേരെ ടൊബാക്കോയിലൊക്കെ കൊടുത്താൽ പിന്നെ മാളു അറ്റാക്ക് ചെയ്യില്ല. അറ്റാക്ക് ചെയ്താലും ഒന്നും പറ്റാൻ പോണില്ല. അപ്പം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? ശ്രദ്ധിച്ചോ. എടാ അതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. മാളു ടൊബാക്കോനെ അറ്റാക്ക് ചെയ്താൽ നേരെ മാളു അവരുടെ DNA ടൊബാക്കോക്ക് കൊടുക്കും. ടൊബാക്കോന്റെ റൂട്ടിലാട്ടോ അറ്റാക്ക് ചെയ്യുക. മാളു ടൊബാക്കോന്റെ വേരിനെ ആക്രമിച്ചാൽ നേരെ മാളു അവനെ DNA വേരിന് അങ്ങ് കൊടുക്കും. ഈ DNA
റൂട്ടിൽ വെച്ച് റൂട്ട് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് DNA എന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. അതിൻ്റെ പേരാണ് മക്കൾ എന്ത് വിളിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ എന്നാ വിളിക്കുക. മാളു ടൊബാക്കോ പ്ലാന്റിന് DNA കൊടുത്തു. ആ DNA അതിൻ്റെ റൂട്ട് സെല്ലിൽ വെച്ച് mRNA ആയി. ഈ mRNA നേരെ ട്രാൻസ്ലേഷൻ നടക്കും. എവിടെ വെച്ച് തന്നെ? റൂട്ട് സെല്ലിൽ. ഇനി ഇതൊക്കെ നടക്കുന്ന റൂട്ട് സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചാ. mRNA നേരെ റൂട്ട് സെല്ലിൽ വെച്ച് എന്താവും മക്കളെ? പ്രോട്ടീൻ ആകും. ഈ പ്രോട്ടീനാണ് ആ സത്യത്തെ പ്രശ്നക്കാരൻ. ഈ പ്രോട്ടീനാണ് വേരുകളിൽ എന്തുണ്ടാക്കുക? നൊഡ്യൂൾസ് ഉണ്ടാക്കുന്നവൻ ആരാ? ഈ പ്രോട്ടീനുകളാ. വേരുകളിൽ നൊഡ്യൂൾസ് ഉണ്ടാക്കുന്നവൻ ആരാ മക്കളെ? ഈ പ്രോട്ടീനുകളാ. അപ്പൊ നമ്മുടെ പരിപാടി എന്ത് നോക്കിയാൽ മതി? സാറേ ഈ പ്രോട്ടീൻ അല്ലേ പ്രശ്നക്കാരൻ, ഈ പ്രോട്ടീൻ അങ്ങ് ഉണ്ടാകണ്ടെന്ന് വെച്ചാൽ പോരെ? റീസൺ ഫോർ ഡിസീസ്, യഥാർത്ഥ രോഗത്തിന് മെലോഡികൈനി ഇൻകോഗ്നീഷ്യ റൂട്ട് നോഡ്യൂൾ ഉണ്ടാക്കും. ഈ നൊഡ്യൂൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താ? അസുഖത്തിന് പ്രോട്ടീനാ കാരണം. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാകാതിരുന്നാൽ മതി. പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാകാതിരിക്കും? ട്രാൻസ്ലേഷൻ നടക്കാതിരുന്നാൽ മതി. mRNAയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നതിൻ്റെ പേരാ ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ നടക്കാതിരുന്നാൽ പിന്നെ പ്രോട്ടീൻ ഉണ്ടാകില്ലല്ലോ, പ്രശ്നമില്ല. അപ്പോൾ mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയണം. ആ തടയുന്നതിലാണ് മക്കളെ ആരുടെ പണി? RNA ഇൻ്റർഫറൻസിൻ്റെ പണി. മാളുവിനെ എതിർക്കാൻ ഒരു സംവിധാനം വേണമല്ലോ. അതാണ് മെലോഡികൈനി ഇൻകോഗ്നി RNA ഇൻ്റർഫറൻസ്, RNAi എന്നൊക്കെ വിളിക്കുക. RNAi സത്യത്തിൽ എന്താ ചെയ്യുക? ഈ mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയും. mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയുമ്പോൾ പ്രോട്ടീൻ ഉണ്ടാകില്ല. പ്രോട്ടീൻ അല്ലേ മുഴകൾ ഉണ്ടാകാൻ കാരണം, യഥാർത്ഥ രോഗത്തിന് കാരണം. പ്രോട്ടീൻ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നെ രോഗം ഉണ്ടാകുന്നില്ല. അപ്പോൾ mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയുന്നു അല്ലേ? പ്രിവെൻറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് നെമറ്റോഡ് mRNA. ഈ നെമറ്റോഡ് എന്ന് പറഞ്ഞാൽ മാളുവിൻ്റെ mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയുന്ന സംവിധാനത്തിൻ്റെ പേരാണ് ഏത്? RNA ഇൻ്റർഫറൻസ്. അതെങ്ങനെയാ തടയാന്നറിയാമോ? അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സാറേ സാധാരണ ഉള്ള mRNA എന്താ? ഒറ്റ ഇഴയാ. സാധാരണ mRNA ഒറ്റ ഇഴയാ. ഈ ഒറ്റ ഇഴയുള്ള mRNA നേരെ എന്തിനു പൊക്കോളും? ട്രാൻസ്ലേഷന് പോയിട്ട് എന്തുണ്ടായിക്കോളും? പ്രോട്ടീൻ ഉണ്ടായിക്കോളും. എന്നാൽ RNA ഇൻ്റർഫറൻസിൽ എന്താ ചെയ്യാന്നറിയാമോ? ഇതാണ് നെമറ്റോഡിൻ്റെ mRNA എന്നിരിക്കട്ടെ, ഇതാണ് നമ്മുടെ മാളുവിൻ്റെ mRNA എന്നിരിക്കട്ടെ, ഇതാണ് മാളുവിൻ്റെ mRNA. ഇത് ഒറ്റ ഇഴയുള്ളപ്പോഴല്ലേ ട്രാൻസ്ലേഷൻ നടന്ന് പ്രോട്ടീൻ ഉണ്ടാകുക. അപ്പോൾ പ്രോട്ടീൻ അല്ലേ പ്രശ്നക്കാരൻ. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടാകല്ലേ, ട്രാൻസ്ലേഷൻ നടക്കല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഒറ്റ ഇഴയുള്ള mRNAയിലേക്ക് നമ്മളൊരു വേറൊരു ഇഴം കൂടെ കൂട്ടിച്ചേർക്കും. കണ്ടോ, വേറൊരു ഇഴ, നീല ഇഴ കൂട്ടിച്ചേർത്തു. നീല ഇഴ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ഇഴയുള്ള mRNA അല്ല, ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ്. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഒരിക്കലും എന്തിന് പോകില്ല മക്കളെ? ട്രാൻസ്ലേഷന് പോകില്ല. എന്തുണ്ടാകില്ല? പ്രോട്ടീൻ ഉണ്ടാകില്ല. ഒരു ഇഴയുള്ള mRNA ട്രാൻസ്ലേഷന് പോയിട്ട് പ്രോട്ടീൻ ഉണ്ടാകും. എന്നാൽ ഒരു ഇഴയുള്ള mRNAൻ്റെ ട്രാൻസ്ലേഷൻ തടയണം. എന്ത് ചെയ്യണം? ആ ഒരു ഇഴയിലേക്ക് അടുത്ത ഇഴയോടെ കൂട്ടിച്ചേർക്കാം. അപ്പം എന്തായി? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയി. ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഒരിക്കലും ട്രാൻസ്ലേഷന് പോകില്ല, പ്രോട്ടീൻ ഉണ്ടാകില്ല. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ mRNAൻ്റെ ട്രാൻസ്ലേഷൻ പ്രിവെൻറ്റ് ചെയ്തു. എങ്ങനെ? ബൈ കൺവേർട്ടിങ് ഇറ്റ് ഇൻ ടു ഡബിൾ സ്റ്റാൻഡേർഡ് RNA. ഒറ്റ ഇഴയുള്ള mRNA അല്ലേ പ്രശ്നം, അവനെ വേറൊരു ഇഴ കൂടെ കൂട്ടിച്ചേർത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി. ഡബിൾ സ്റ്റാൻഡേർഡ് ആയാൽ പിന്നെ ട്രാൻസ്ലേഷന് പോകില്ല, പ്രോട്ടീൻ ഉണ്ടാകില്ല, നൊഡ്യൂൾ ഉണ്ടാകില്ല, പ്രശ്നം ഉണ്ടാകില്ല. ഓക്കെ അല്ലേ? ഈ കൂട്ടിച്ചേർക്കുന്ന രണ്ടാമത്തെ ഇഴയുണ്ടല്ലോ, അതിനെ നമ്മൾ എന്ത് വിളിക്കാന്നറിയാമോ? ആൻറ്റിസെൻസ് RNA. എന്താ വിളിക്കുക? ആൻറ്റിസെൻസ് RNA എന്ന് വിളിക്കുക. നോർമലി മാളുവിൻ്റെ mRNA ഉണ്ട്, ഇത് ട്രാൻസ്ലേഷന് പോകാൻ നിൽക്കുക. നമ്മൾ ഉടനെ ആൻറ്റിസെൻസ് കൊണ്ട് കൂട്ടിച്ചേർത്ത് ഡബിൾ സ്റ്റാൻഡേർഡ് ആക്കി. ഡബിൾ സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാകില്ല? പ്രോട്ടീൻ ഉണ്ടാകില്ല, ഒന്നും പറ്റില്ല, ട്രാൻസ്ലേഷൻ നടക്കില്ല. ഓക്കെ, നമ്മൾ അടുത്ത പഠിക്കുക ബയോടെക്നോളജീനെ എങ്ങനെ മെഡിസിനിൽ ഉപയോഗിക്കാം. ഇത്ര നേരം പഠിച്ച ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചറാണ്. ഇനി നമ്മൾ പഠിച്ച ബയോടെക്നോളജി എങ്ങനെ മെഡിസിനിൽ ഉപയോഗിക്കാം. ഇൻസുലിൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പണ്ട് കാലത്ത് നമുക്ക് ഇൻസുലിൻ നേരെ അറവ് സ്ലോട്ടേഡ് കാറ്റിൽസ് ആൻഡ് പിഗ് നമ്മൾ അറുത്ത് മുറിക്കും. പിഗിനെയും കന്നുകാലികളൊക്കെ നമ്മൾ അറവ് ചെയ്യും, അറക്കുമല്ലോ. അറുത്തിട്ട് കിട്ടുന്ന അവരുടെ പാങ്ക്രിയാസിലെ ഇൻസുലിനെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമുക്ക് ഡയബറ്റീസ് ഒക്കെ വരുമ്പോൾ. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇൻസുലിൻ ഉണ്ടാക്കേണ്ട ജീനുകളെ ബാക്ടീരിയയ്ക്ക് കൊടുത്തു. ബാക്ടീരിയ വഴിയാണ് പിന്നെ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഓർത്തോണം കേട്ടോ. നമ്മുടെ വേറെ ആനിമൽസിൻ്റെ ഇൻസുലിൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അലർജി വരും. ഓർത്തോണം, വേറെ ആനിമൽസിൻ്റെ ഇൻസുലിൻ ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് വരും? അലർജിക് റിയാക്ഷൻ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ട് സ്ലോട്ടേഡ് എന്ന് പറഞ്ഞാൽ അറുത്ത കന്നുകാലികളുടെ ഇൻസുലിൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല? പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? കാരണം അങ്ങുള്ള ആനിമൽസിനെ എടുത്ത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് അലർജിക് റിയാക്ഷൻ വരും. അതുകൊണ്ടാട്ടോ. അടുത്ത ഓക്കെ, ഇൻസുലിൻ
ഇൻസുലിൻ പാങ്ക്രിയാസ് ബ്ലഡിലേക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇമ്മച്വർ ഫോമിലല്ല, ഇമ്മച്വർ ആയിട്ട് ഉണ്ടാക്കുക ബ്ലഡിലേക്ക്. പിന്നെ ബ്ലഡ് കിടന്ന് അത് എന്തായിക്കോളും? മെച്വർ ആയിക്കോളും. മെച്വർ ആകാത്ത ഇൻസുലിന് എ ചെയിൻ ഉണ്ട്, ബി ചെയിൻ ഉണ്ട്. അവർക്കിടയിൽ എന്തുണ്ട്? ഡൈസൾഫൈഡ് ബോണ്ടുകളുമുണ്ട്. എ ചെയിനും ബി ചെയിനും തമ്മിൽ കണക്ട് ചെയ്യാൻ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. പിന്നെ ഒരു സി ചെയിനും കാണും. ഈ മെച്വർ ആകുമ്പോൾ എന്ത് കാണില്ല? സി ചെയിൻ വെളിയിൽ പൊക്കോളും. മെച്വർ ആകുമ്പോൾ എന്ത് പോയി? സി ചെയിൻ പോയി. എ ചെയിനും ബി ചെയിനും മാത്രമേ കാണുള്ളൂ മെച്വർ ഇൻസുലിനെ. ഓർത്ത് വെക്കണം കേട്ടോ. ജീൻ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീന് പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ആ ജീനെ മാറ്റി അടുത്ത ജീൻ ഉപയോഗിക്കുന്നു. നല്ല ജീൻ. ഒരു ജീന് പ്രശ്നമുണ്ടെങ്കിൽ, എൻ്റെ സൗന്ദര്യത്തിന്റെ ജീന് പ്രശ്നമുണ്ടെങ്കിൽ സൗന്ദര്യത്തിന്റെ ജീൻ എടുത്ത് കളയാ, നല്ല സൗന്ദര്യത്തിന്റെ ജീൻ വെക്കുക. ഇതാണ് ജീൻ തെറാപ്പി. ആദ്യമായിട്ട് ജീൻ തെറാപ്പി ചെയ്തത് ആരില്ല? 4 വയസ്സുള്ള ഒരു കുട്ടിയില്ല മക്കളെ. ആ കുട്ടീൻ്റെ പ്രശ്നം എന്തായിരുന്നു സാറേ? ഒരു അസുഖമാണ്. അതിൻ്റെ പേരാ ADA ഡെഫിഷ്യൻസി. എന്താ വിളിക്കുക? ADA ഡെഫിഷ്യൻസി. അതിൻ്റെ ശരീരത്തിൽ ഒരു ജീനുണ്ട്. എൻ്റെ പേരാണ് ADA ജീൻ, അഡിനോസിൻ ഡി അമിനേസ് ജീൻ. ഫുൾ നെയിം എഴുതാൻ ചോദിക്കും. ADA ജീൻ എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ഡി അമിനേസ് ജീൻ. ഈ ജീൻ ഉണ്ടല്ലോ, ഈ ജീൻ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ്റെ പേര്, ഏത് ജീൻ ഉണ്ടാക്കുന്ന എന്താ പ്രോട്ടീനുകളാണ്? ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ നടന്ന് ആ പ്രോട്ടീൻ്റെ പേരാ ADA എൻസൈം. എന്താ വിളിക്കുക? ADA എൻസൈം എന്നാ വിളിക്കുക. ADA ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്താ മക്കളെ? ADA എൻസൈം എന്നാ വിളിക്കുക. ഈ പ്രോട്ടീനുകളാണ് മക്കളെ ലിംഫോസൈറ്റുകൾ മെച്വർ ആകാൻ, പാകമാകാൻ സഹായിക്കുക. ADA ഡെഫിഷ്യൻസിയിൽ എന്താ പറ്റുക? ഈ ADA ജീൻ വൃത്തിക്ക് വർക്ക് ചെയ്യില്ല. ADA ജീൻ വൃത്തിക്ക് വർക്ക് ചെയ്യാത്തപ്പോൾ എന്താ ഉണ്ടാകുന്ന? ADA എൻസൈമിൻ്റെ അളവ് കുറഞ്ഞു. ADA എൻസൈമിൻ്റെ അളവ് കുറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ADA ഡെഫിഷ്യൻസി. ADA എൻസൈം കുറഞ്ഞു. ADA എൻസൈം കുറയാൻ കാരണം എന്താ? അതുണ്ടാക്കുന്ന ADA ജീൻ വൃത്തിക്ക് പ്രവർത്തിക്കുന്നില്ല. അതാണ് കാരണം. ഈ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ, ഈ എൻസൈമിൻ്റെ അളവ് കുറഞ്ഞാൽ ലിംഫോസൈറ്റുകൾ വൃത്തിക്ക് മെച്വർ ആകില്ല. ലിംഫോസൈറ്റ് മെച്വർ ആയില്ലെങ്കിൽ എന്ത് കിട്ടില്ല? ലിംഫോസൈറ്റുകളാണല്ലോ ഇമ്മ്യൂണിറ്റി തരിക. ലിംഫോസൈറ്റ് വൃത്തിക്ക് മെച്വർ ആയില്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയും കിട്ടില്ല. ലിംഫോസൈറ്റുകളാണ് നമുക്ക് പ്രതിരോധ ശക്തി തരുന്നത്. ലിംഫോസൈറ്റ് പാകമാകണം, എന്നാലേ നടക്കുള്ളൂ. ലിംഫോസൈറ്റ് പാകമാകണമെങ്കിൽ ഒരു പ്രോട്ടീൻ വേണം, ഒരു എൻസൈം വേണം. അതിൻ്റെ പേര് ADA എൻസൈം. ഈ എൻസൈം ഉണ്ടാക്കുന്ന ജീൻ ഏതാ? ADA ജീന്. ഈ ജീന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഉണ്ടാകുന്ന എൻസൈമിൻ്റെ അളവ് കുറയും. അതാണ് ADA ഡെഫിഷ്യൻസി എന്ന് വിളിക്കാൻ കാരണം. ഇതിൻ്റെ മെയിൻ സിംറ്റം എന്താ? ഈ അസുഖം ബാധിച്ചവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇതെങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം? ഇതാണ് മെയിൻ സംഭവം. ADA ഡെഫിഷ്യൻസി എങ്ങനെയൊക്കെ പരിഹരിക്കാം? ബോൺ മാരോ, മജ്ജ മാറ്റി വെച്ചാൽ മതി. മജ്ജയാണ് പ്രശ്നം. മജ്ജയിൽ നിന്നാൽ ലിംഫോസൈറ്റ് ഉണ്ടാകുക. നല്ല മജ്ജ വെച്ചാൽ ഉണ്ടാകുന്ന ലിംഫോസൈറ്റൊക്കെ നല്ലപോലെ മെച്ചുവറായിട്ട് വന്നോളും. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ. പഠിച്ചു വെച്ചോ. 1 എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. എടാ, ADA എൻസൈം കുറവുള്ളതല്ലേ പ്രശ്നം? നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പേഷ്യൻ്റെ ദേഹത്തേക്ക് ADA എൻസൈം കൊടുക്കുന്നു. ADA എൻസൈം കുറയുന്നതല്ലേ പ്രശ്നം? നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്ത് ADA എൻസൈം അങ്ങോട്ട് കൊടുക്കുന്നു. എൻസൈമിനെ റീപ്ലേസ് ചെയ്യുന്നു. എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഈ 2 മെത്തേഡിനേക്കാളും ഏറ്റവും നല്ല മെത്തേഡ് ഏതെന്നറിയാമോ? ജീൻ തെറാപ്പി ചെയ്യുക. ഈ ADA ജീനിലെ പ്രശ്നക്കാരൻ ഇവനെ എടുത്തു മാറ്റുന്നു, പകരം നല്ലൊരു ജീൻ ഇവിടെ കൊണ്ടുവെക്കുന്നു. അതാണ് എന്ത്? എൻസൈം റീപ്ലേസ്മെന്റ് തെറാപ്പി. ഈ ADA ജീൻ പ്രശ്നക്കാരനായവനെ കളയുന്നു, നല്ല ADA ജീനെ കൊണ്ടുവെക്കുന്നു. ഇതാണ് ജീൻ തെറാപ്പി. ഒരു ജീനെ മാറ്റി അടുത്ത ജീൻ വെക്കുന്നു. ഇതാണ് ജീൻ തെറാപ്പി. ഈ നല്ല ജീൻ വെച്ചാൽ ഈ പരിപാടിയൊക്കെ നല്ലപോലെ നടക്കുമല്ലോ, പിന്നെ പ്രശ്നമില്ല. ഓക്കെ, അടുത്തതാണ് മക്കളെ മോളിക്കുലാർ ഡയഗ്നോസിസ്. എന്താ മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ? ഡയഗ്നോസിസ് പറഞ്ഞാൽ കണ്ടെത്തുക. സാധാരണ നമ്മുടെ ബോഡിയിൽ ഒരു രോഗം ഉണ്ട്, നമ്മൾ എപ്പോഴാണ് കണ്ടെത്തുക? നമുക്ക് നല്ലപോലെ ലക്ഷണം വന്നിട്ട് തലമണ്ടയിൽ നിൽക്കുമ്പോഴല്ലേ നമ്മൾ പോവുക. പനി വരുമ്പോഴല്ലേ പോയി പനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യുക. എന്നാൽ മോളിക്കുലാർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ബോഡിയിൽ ഒരു ആക്ച്വൽ സിംറ്റം വരിക. നിങ്ങളുടെ ബോഡിയിലേക്ക് നല്ലൊരു സിംറ്റം വരുമ്പോഴാണ് നിങ്ങൾ സാധാരണ പോയിട്ട് ചെക്കപ്പ് ചെയ്ത് രോഗകാരിയെ കണ്ടുപിടിക്കാറുള്ളത്, അല്ലേ മക്കളെ? ആണ്. അതിന് മുമ്പേ കണ്ടുപിടിക്കോ? അതിനു മുമ്പേ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? മോളിക്കുലാർ ഡയഗ്നോസിസ് ഉപയോഗിക്കാം. ഒരു രോഗം നിങ്ങളുടെ ബോഡിയിൽ നല്ല പോലെ വരുന്നതിന് മുമ്പ്, ഒരു രോഗം നിങ്ങളുടെ ബോഡിയിൽ നല്ല പോലെ ലക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ രോഗമുണ്ടോയെന്നറിയാൻ, ആ രോഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ രോഗത്തിനെ കുറിച്ച് അറിയാൻ എന്തുപയോഗിക്കാം? മോളിക്കുലാർ ഡയഗ്നോസിസ്. ഏർലി ഡയഗ്നോസിസ് ചെയ്യാൻ, ഏർലി ഡയഗ്നോസിസ് ഓഫ് എ ഡിസീസ് ബൈ മോളിക്കുലാർ ഡയഗ്നോസിസ്. അതിന് 3 മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുക. ഒന്ന് PCR, എയ്ഡ്സിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. PCR, എലൈസയും നമ്മൾ ഇവിടെ ഉപയോഗിക്കും. എയ്ഡ്സിൽ ഉപയോഗിക്കുന്ന എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. എലൈസിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? അതാ ചോദ്യം വരിക. എലൈസിൻ്റെ പ്രിൻസിപ്പിളാണ് ആൻറ്റിജൻ
ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ, ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മക്കളെ. എലൈസൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? എലൈസൻ്റെ പ്രിൻസിപ്പിളാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻ്ററാക്ഷൻ. പിന്നെ ഓട്ടോ റേഡിയോഗ്രഫി പഠിച്ചു വെച്ചോ. എന്താണ് മോളിക്കുലർ ഡയഗ്നോസിസ്? എയർലി ഡയഗ്നോസ് ചെയ്യാൻ ഒരു ഡിസീസിനെ 3 മെത്തേഡ് പഠിച്ചു വെച്ചോ. മെത്തേഡ് ചോദിക്കും. PCR, എലൈസ, ഓട്ടോ റേഡിയോഗ്രഫി. PCR, എലൈസ, ഓട്ടോ റേഡിയോഗ്രഫി. ഇത് 3 പഠിച്ചു വെച്ചേക്കണേ മക്കളെ. അടുത്ത നോക്കണ, എന്താ ട്രാൻസ്ജീനിക് ആനിമൽ? ഒരു ആനിമൽ, ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ആനിമൽ, അത് തന്നെ ട്രാൻസ്ജീനിക് ആനിമൽ. ഒരു ആനിമൽ എടുക്കുന്നു, അതിൻ്റെ ജീനിൽ മാറ്റം വരുത്തുന്നു, അതാണ് ട്രാൻസ്ജീനിക് ആനിമൽ. 95% നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ജീനിക് ആനിമൽസും ആരാ? മൈസുകളാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ജീനിക് ആനിമൽ ആരാ? മൈസുകളാ മക്കളെ. എന്തിനാ ട്രാൻസ്ജീനിക് ആനിമൽ ഉപയോഗിക്കുക? നോർമൽ ഫിസിയോളജി പഠിക്കാൻ. ഒരു ജീൻ ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ. ആ ജീൻ എങ്ങനെയാണ് നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ നോർമൽ ഫംഗ്ഷനെ ആ ജീൻ എങ്ങനെ ബാധിക്കുന്നു, അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ട്രാൻസ്ജീനിക് ആനിമൽസിന് ഉപയോഗിക്കാം. ചില അസുഖങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ട്രാൻസ്ജീനിക് ആനിമൽ. മനുഷ്യന്മാരെ ഉപയോഗിക്കാൻ പറ്റില്ലോ. മനുഷ്യന്മാർക്ക് അസുഖം വന്ന് മനുഷ്യന്മാർ മരിച്ചു പോയാലോ? മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഏറ്റവും കരുതേണ്ടത്. നല്ല പോലെ മൈസുകൾ മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ബയോടെക്നോളജി കരുതുന്നത്. ഓക്കെ, നോക്ക്. ചില അസുഖങ്ങൾ പഠിക്കാൻ. അടുത്തെന്താ? ചില വാക്സിൻ കണ്ടുപിടിച്ചാൽ അത് എത്രമാത്രം സേഫ് ആണെന്നറിയാൻ ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊടുത്താൽ മതി. ചില കെമിക്കൽസ് കണ്ടുപിടിച്ചാൽ അത് എത്രമാത്രം സേഫ് ആണെന്നറിയാൻ ട്രാൻസ്ജീനിക് ആനിമൽസിനെ കൊടുത്താൽ മതി. ചില നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ട്രാൻസ്ജീനിക് ആനിമൽസിന് ഉപയോഗിക്കാം. ട്രാൻസ്ജീനിക് ആനിമൽസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത പ്രൊഡക്റ്റുകളാണ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ, ആൽഫ-ലാക്റ്റാൽബുമിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ, ആൽഫ-ലാക്റ്റാൽബുമിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ എന്തിനാ ഉപയോഗിക്കാന്ന് അറിയാമോ? എംഫിസിമ എന്ന് പറഞ്ഞ ഒരു അസുഖത്തെ ചികിത്സിക്കാനാണ്. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഒരു പ്രോട്ടീനാണ്, അത് വെച്ച് ചികിത്സിക്കുന്ന അസുഖമാണ് എംഫിസിമ. ആൽഫ-ലാക്റ്റാൽബുമിൻ നമ്മുടെ മനുഷ്യന്മാരുടെ മുലപ്പാലിൽ കാണുന്ന പ്രോട്ടീനാ. ഇതേ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഒരു പശുവുണ്ട്. ആ പശുവിൻ്റെ പാലിലും അതേ മനുഷ്യന്മാരുടെ ബ്രസ്റ്റ് മിൽക്കിൽ കാണുന്ന അതേ പ്രോട്ടീൻ ഉണ്ട്. ആ പശുവിൻ്റെ പേരാ റോസി. പ്രോട്ടീൻ്റെ പേരല്ല കേട്ടോ, ആ പശുവിൻ്റെ പേരാ റോസി. പ്രോട്ടീൻ്റെ പേര് ആൽഫ-ലാക്റ്റാൽബുമിൻ. അതുണ്ടാക്കുന്ന പശുവിൻ്റെ പേരെന്താ? റോസി. ഫസ്റ്റ് ട്രാൻസ്ജീനിക് കൗവാണ് മക്കളെ റോസി. പരീക്ഷയ്ക്ക് വരും. ബയോടെക്നോളജിയിലെ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യണം. മൈസാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ജീനിക് ആനിമൽസ് ആയിട്ട് ആക്ട് ചെയ്യുക. പക്ഷെ അതിനെ ചുമ്മാതെ കുറേ മൈസിനെ എടുത്തിട്ട് ശാസ്ത്രജ്ഞന്മാർ വേണം ഇഷ്ടം പോലെ കൊന്നു കളയും. ബയോടെക്നോളജി പരീക്ഷയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ബയോടെക്നോളജിയിലെ എല്ലാ കാര്യത്തും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ബയോടെക്നോളജിയിലെ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കാൻ ഒരു സംഘടനയുണ്ട്. അതിൻ്റെ പേരാ GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഓർക്കെ പറ, ഫുൾ നെയിം ചോദിക്കും. GEACൻ്റെ ഫുൾ നെയിം എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി ഫോർ കൺട്രോളിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ബയോടെക്നോളജി. അടുത്ത മക്കളെ, ബയോ പേറ്റന്റ് എന്താ? ബയോ പേറ്റന്റ്, നിങ്ങളൊരു സാധനം കണ്ടുപിടിച്ചു, ആ സാധനത്തിൻ്റെ പരമാധികാരം സർക്കാർ നിങ്ങൾക്കാ തരിക. ആ അധികാരത്തിൻ്റെ പേരാ ബയോ പേറ്റന്റ്. നിങ്ങളൊരു സാധനം കണ്ടുപിടിച്ചാൽ അത് വിൽക്കാനോ വാങ്ങിക്കാനോ ഉണ്ടാക്കാനോ ഉള്ള സകല അധികാരവും നിങ്ങൾക്ക് മാത്രമുള്ളതാ. ആ അധികാരം നിങ്ങൾക്ക് തരുന്ന, സർക്കാർ തരുന്ന അധികാരത്തിൻ്റെ പേരാ ബയോ പേറ്റന്റ് എന്ന് വിളിക്കുക. അടുത്താണ് മക്കളെ, ബയോപൈറസി. നിങ്ങളൊരു സാധനം കണ്ടുപിടിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ച സാധനത്തെ നിങ്ങളുടെ അനുവാദം ഇല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനികൾ മറിച്ച് വിറ്റ് അവരുണ്ടാക്കുകയാണെങ്കിൽ ആ മോഷണത്തിൻ്റെ പേരാ ബയോപൈറസി. പൈറസി എന്ന് പറഞ്ഞാൽ അനുവാദം കൂടാതെ എടുക്കുന്നു, മോഷണം എന്നുള്ള മീനിങ്ങാ ബയോപൈറസി. നമ്മുടെ ബസുമതി റൈസ്, അതേപോലെ ടർമറിക്ക്, ഇതൊക്കെ നമ്മുടെ ഇന്ത്യക്കാരുടെ ആയിരുന്നു, ഇന്ത്യൻ കർഷകരുടെ പേറ്റൻസിയിലുള്ള സാധനമായിരുന്നു. ഇതൊന്നും മൾട്ടിനാഷണൽ കമ്പനികളുണ്ടല്ലോ, മൾട്ടിനാഷണൽ കമ്പനികൾ ഇതേപോലെ കർഷകന്മാരോട് അനുവാദം ചോദിക്കാതെ അവർ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് വിളവെടുപ്പ് നടത്തി അവർ വിൽക്കാൻ തുടങ്ങി. ഇങ്ങനെ കട്ടെടുക്കുന്നതിന് വിളിക്കുന്ന പേരാ ബയോപൈറസി. അടുത്തെന്താ? ബയോ റെമഡിയേഷൻ. NCERTൻ്റെ ഫസ്റ്റ് പേജിലുണ്ട്. ബയോ റെമഡിയേഷൻ എന്താ? ബയോടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാറുണ്ട്. ആ കുറയ്ക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? ബയോ റെമഡിയേഷൻ എന്ന് വിളിക്കുക. യൂസിങ് ബയോടെക്നോളജി ഫോർ റെഡ്യൂസിങ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ അല്ല, പൊല്യൂഷൻ. അയ്യോ മാറിപ്പോയി മക്കളെ. ഇതാണ് ബയോ റെമഡിയേഷൻ. ഇത്ര ഉള്ളടാ നമ്മുടെ ചാപ്റ്റർ. ഇത് പഠിച്ചു പോയാൽ എൻ്റെ മക്കളെ എഴുതി വെച്ചോ, എൻ്റെ വാക്ക ഇത് പഠിച്ചു പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതെന്താണെന്നൊന്ന് പറയണം. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഫീഡ്ബാക്കും ഒന്ന് പറയണം. ബയോ റെമഡിയേഷൻ പഠിച്ചേക്കണേടാ.